ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് വന്നിരിക്കുന്നത് കുറച്ച് നാണയങ്ങൾ, അതായത് ഇന്ത്യൻ നാണയങ്ങളും വിദേശ നാണയങ്ങളും അതുപോലെ തന്നെ നമ്മളെ കറൻസി, ഇന്ത്യൻ കറൻസിയും പിന്നെ വിദേശ കറൻസിയും ഒന്ന് കാണിക്കാനാണ്. അപ്പോൾ ഞാനതിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങളെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. ഇതുപോലത്തെ കറൻസികൾ കാണാത്ത ഒരുപാട് പേര് ഇന്നും നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാക്സിമം ഇത് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക. ഓക്കെ, ബൈ ബൈ. ഹായ് ഫ്രണ്ട്സ്, ഇതാണ് എൻ്റെ നാണയ കളക്ഷൻ. ഇന്ത്യൻ നാണയമുണ്ട്, വിദേശ നാണയമുണ്ട്. ഒരുപാട് വർഷത്തെ എൻ്റെ പരിശ്രമമാണ് ഇത്രയും കളക്ട് ചെയ്യാൻ പറ്റിയത്. ഒരുപാട് നല്ല സുഹൃത്തുക്കളും ചേട്ടന്മാരൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്തതുകൊണ്ടാണ് എനിക്ക് ഇത്രയും കളക്ട് ചെയ്യാൻ പറ്റിയത്. അതിൽ പ്രത്യേകിച്ച് പറയാനുള്ള നാണയം 2 അണ. ഇത് വളരെ റെയറാണ്. അതിൻ്റെ ഡേറ്റ് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. 1964, 1964. പിന്നെ നമ്മളെ 20 പൈസ 1985. ഇത് 10 പൈസ 1988. അപ്പോൾ എല്ലാത്തിലും ഡേറ്റുകളുണ്ട്. ഇത് സ്റ്റീലിൽ ഉള്ള നാണയമാണ്, 1990. അതുപോലെ തന്നെ വിദേശ നാണയങ്ങളും ഉണ്ട്. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഇത് നമ്മളെ യുണൈറ്റഡ് അമേരിക്കയുടെ നാണയമാണ്. ഇത് ചെമ്പാണ് സാധനം. ഇതൊക്കെ റെയറാണ്. അപ്പോൾ എല്ലാം ഇങ്ങനെ നമുക്ക് എടുത്ത് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഞാനിതൊന്ന് സൂം ചെയ്ത് നിങ്ങൾക്ക് കാണിക്കാം. മാക്സിമം ഇതെല്ലാവരും ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഹായ് ഫ്രണ്ട്സ്, കുറച്ച് കറൻസി നോട്ടുകൾ നിങ്ങളുടെ മുമ്പിൽ ഞാൻ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. ഇതെല്ലാം കണ്ടവരും ഉണ്ട്, കാണാത്തവരുമുണ്ട്. അപ്പോൾ അവരുടെ മുമ്പിൽ ഒന്ന് കാണിക്കാൻ വേണ്ടി എടുക്കുന്ന വീഡിയോ ആണ്. ഒരുപാട് കഷ്ടപ്പെട്ട് കളക്ട് ചെയ്ത കറൻസികളാണ്, ഇന്ത്യൻ കറൻസികളും വിദേശ കറൻസികളും. ആദ്യമായി നിങ്ങളുടെ മുമ്പിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത് 1 രൂപയുടെ നോട്ടുകളാണ്. ഇത് 1 രൂപയുടെ പുതിയ നോട്ടുകളാണ്. ഞാനത് കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു 5 നോട്ട് എൻ്റെ കയ്യിലുണ്ട്. 5 നോട്ട്. പിന്നെ പഴയ 1 രൂപയുടെ നോട്ട്, അത് ഞാൻ 2 എണ്ണം കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 2ൻ്റെ നോട്ട്. ഇതൊക്കെ വളരെ റെയറാണ്. ഇപ്പം നിലവിൽ റിസർവ് ബാങ്ക് ഒന്നും അടിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഇത് സൂക്ഷിച്ച് ഭദ്രമായിട്ട് വെച്ചിട്ടുണ്ട്. 2ൻ്റെ നോട്ടിൻ്റെ കളക്ഷനാണ്. പിന്നെ നമ്മളെ പഴയ 5ൻ്റെ നോട്ട്. ഈ നോട്ട് വളരെ റെയറാണ്. ഇതിപ്പോൾ നിലവിൽ ആരുടെങ്കിലും കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. വളരെ റെയറായ ഒരു നോട്ടാണ്. പണ്ട് കാലങ്ങളിൽ ഈ നോട്ടൊക്കെ നമ്മൾ കളക്ട് ചെയ്ത് വച്ചതുകൊണ്ട് ഇന്ന് എൻ്റെ കയ്യിൽ കിട്ടി. പിന്നെ ഇത് 20ൻ്റെ നോട്ട്. ഇത് നമ്മളെ ഇപ്പോഴും നിലവിലുണ്ട് 50ൻ്റെ നോട്ട്. ഞാൻ പക്ഷേ അത് ഒരു ഹോൾ ആയതുകൊണ്ട് സൂക്ഷിച്ച് വച്ചിരിക്കുകയാണ്. പിന്നെ ഇത് നമ്മളെ നിർത്തിയ 500ൻ്റെ നോട്ട്. ആകെ ഒന്നേ ഉള്ളൂ, അത് ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളെ നിർത്തിയ 1000ൻ്റെ നോട്ട്. ഈ ഒരു ഭംഗി ഇന്നുള്ള ഒരു നോട്ടിലും ഇല്ല. അത്രയ്ക്കും ഭംഗിയാണ്. കാര്യം പേഴ്സിൽ ഇരുന്നാൽ നമുക്ക് ചിലവാക്കാൻ തോന്നത്തില്ല, അത്രയ്ക്കും ഭംഗിയുള്ള നോട്ട്. ഇത് ഇത്രയും ഇന്ത്യൻ കറൻസി ഞാൻ കളക്ട് ചെയ്ത നോട്ടുകളാണ്. അതുപോലെ ഇനി വിദേശ കറൻസികളെ ഞാൻ കാണിക്കാം. ഇതെല്ലാം വിദേശ കറൻസികളാണ്. ഇത് ഞാൻ ഒരുപാട് കളക്ട് ചെയ്ത് വച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെ നിങ്ങൾക്ക് ഓരോന്നായിട്ട് പരിചയപ്പെടുത്താം. നിങ്ങൾ ജസ്റ്റ് നോക്കിക്കോളൂ. ഇത് അറിയുന്നവർക്ക് അറിയാം. ഇത് സെൻട്രൽ ബാങ്ക് ഓഫ് ഇറാഖ്. ഇത് സെൻട്രൽ ബാങ്ക് ഓഫ് ഒമാൻ. ഇത് കുവൈറ്റിൻ്റെ നോട്ടാണ്. ഒരുപാട് നോട്ടുകളുണ്ട്. ഇത് മലേഷ്യയുടെ നോട്ട്. ഇത് മാലിയുടെയാണ്, മാൽഡീവ്സ് മോണിറ്ററി അതോറിറ്റീസിയുടെ നോട്ടാണ്. ഇത് സെൻട്രൽ ബാങ്ക് ഓഫ് സിറിയ. ഇതൊക്കെ ഒരുപാട് ഞാൻ ഈ ഒരു കളക്ട് ചെയ്ത് വയ്ക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇത് നമ്മളെ ഇറാഖിൻ്റെ നോട്ടാണ്, കണ്ടല്ലോ. ഇത് ബാങ്ക് ഓഫ് ഉഗാണ്ട. ഈ നോട്ട് കണ്ടല്ലോ, ഇതും ഇറാഖിൻ്റെ നോട്ടാണ്, സെൻട്രൽ ബാങ്ക് ഓഫ് ഇറാഖ്. ഇത് സിംഗപ്പൂർ. ഇത് ഇത്രയും കളക്ട് ചെയ്ത് ഞാനിത് വച്ച് ജസ്റ്റ് വീഡിയോ എടുത്ത് കാണിക്കുന്നത്. കാണാത്ത കുട്ടികളും ഒരുപാട് പേരൊക്കെ കാണുമല്ലോ, അപ്പോൾ അവരുടെ മുമ്പിൽ ഇത് കാണിക്കുന്നതാണ്. ഇത് നമുക്ക് ഈ നോട്ടൊന്നും വലിച്ചാൽ പോലും തീരത്തില്ല. അത്രയും ക്വാളിറ്റിയിലാണ് വിദേശ കറൻസി അവർ
തയ്യാറാക്കുന്നത്. ഇത് സെറിബു എന്ന് പറഞ്ഞ നോട്ടാണ്. ഇത് വന്നിട്ട് ഫിലിപ്പീൻസ്. കുറച്ച് പേരൊക്കെ എനിക്കും അറിഞ്ഞൂടാത്ത പേരുകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് എല്ലാ പേരുകളും വായിക്കാൻ പറ്റണമെന്നൊന്നുമില്ല. കാര്യം ഹോങ്കോങ് ഷാങ് എന്നൊക്കെയാണ് അവർ ഇട്ടിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് നിങ്ങളത് നോക്കി മനസ്സിലാക്കുക. ഇത് കണ്ട ലിബൻ. ഇതും ഒത്തിരി പാടാണ് കേട്ടോ. ഇത് അറിയാവുന്നവർ കമൻറ്റ് ചെയ്യുക ഈ നോട്ടിൻ്റെയൊക്കെ പേരുകൾ. ഇത് ഖത്തർ സെൻട്രൽ ബാങ്ക് ഓഫ് ഖത്തർ 1 റിയാലാണ്. ഇത് സാൻഡങ് പിസോ എന്ന് പറഞ്ഞൊരു നോട്ടാണ്. അതായത് റിപ്പബ്ലിക് ഓഫ് ഫിലിപ്പീൻസ് 100. ഇത് 1 ദിനാർ സെൻട്രൽ ബാങ്ക് ഓഫ് കുവൈറ്റ്. ഇത് ഒമാനാണെന്നാണ് തോന്നുന്നത്. ഇതും ഒമാനാണ്. റിപ്പബ്ലിക് ബാങ്ക് ഓഫ് ഫിലിപ്പീൻസ്. ഒരുപാട് കഷ്ടപ്പെട്ട് ഞാൻ കളക്ട് ചെയ്ത നോട്ടുകളാണ്. ഇത് കാണുന്നവരുടെ കയ്യിലും ഇതുപോലെ നോട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇട്ടാൽ മതി കേട്ടോ. ഇത് കണ്ട ബ്രൂണി. ഇത് യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്ക, നമ്മളെ ട്രംപ് ഭരിക്കുന്ന നാട്ടിലെ നോട്ടാണ്. ഇത് ഖത്തർ മണി ഓഫ് ഏജൻസി. ഇത് എനിക്കൊരാൾ തന്നതാണ്, മനോജ് എന്ന് പറഞ്ഞ ഒരാൾ തന്നതാണ്. അതാണ് അയാളുടെ പേര് ഇതിൽ എഴുതി വച്ചിരിക്കുന്നത്. ബ്രസീലിൻ്റെ നോട്ടാണ്. ഇത് മാൽഡീവ്സ്, നമ്മളെ മാലിയിലേക്ക് കിട്ടുന്നതാണ്. അപ്പം ഇത്രയും അധികം നോട്ടുകൾ ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിക്കുന്നതാണ്. ഇനിയിപ്പോൾ എല്ലാത്തിൻ്റെ പേര് പറയാനുള്ള ടൈം നിങ്ങൾക്ക് ജസ്റ്റ് നോക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഓരോ കറൻസി ആയിട്ട് കാണിക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാക്സിമം ഇത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആരുടെയെങ്കിലും കൈവശം ഇതുപോലെ നോട്ടുകളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ഇതൊക്കെ ജസ്റ്റ് കണ്ട നല്ല കറൻസിയാണ്. എങ്ങനെ നമുക്ക് ചെയ്താലും ഇത് കീറത്തില്ല. ഇത് ബംഗ്ലാദേശിൻ്റെ ഒരു നോട്ടാണ്. കണ്ട ബംഗ്ലാദേശ്. ഇതൊക്കെ റെയറാണ്. ഞാൻ കുറേ വർഷങ്ങളായിട്ട് സൂക്ഷിച്ച് വെച്ചിരിക്കുന്ന നോട്ടുകളാണ്. അപ്പം എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാക്സിമം ഇത് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇത്രയും കറൻസി ഞാൻ കളക്ട് ചെയ്ത കറൻസികളാണ്. ഇന്ത്യൻ കറൻസി എല്ലാം ഉണ്ട്. ഇനി ഇത് കൂട്ടാനാണ് എൻ്റെ അടുത്ത താല്പര്യം. അപ്പം മാക്സിമം ആരെങ്കിലും കൈവശം ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.